അള്ളാഹുവിന്റെ റഹ്മത്ത് തടയപ്പെടുന്ന 3 വിഭാഗം ആളുകളുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൂടെ വളരെ വ്യക്തമായി അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ നിഅമത്ത് നിഷേധിക്കപ്പെടുന്ന 3 വിഭാഗം ആളുകൾ, അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയായ 3 വിഭാഗം ആളുകളെ പറ്റി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് തടയപ്പെടുന്ന 1-ാമത്തെ വിഭാഗം ആളുകൾ സത്യനിഷേധികളായ ആളുകൾക്കും അഹങ്കാരികളായ ആളുകൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. പരിശുദ്ധമായ സൂറത്തുൽ അഹ്റാഫിന്റെ 40-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട്. സത്യം നിഷേധിക്കുകയും അതുപോലെ തന്നെ അഹങ്കാരികളായിട്ട് നടക്കുകയും ചെയ്യുക, അള്ളാഹുവിന്റെ ആയത്തുകളെ, അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും എന്നിട്ട് അഹങ്കാരത്തോടുകൂടെ നടക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. 2-ാമത്തെ വിഭാഗം ആളുകൾ മുനാഫിഖീങ്ങളാണ്, കപടവിശ്വാസികളാണ്. 2 മുഖം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. ഇന്ന കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. 2 മുഖത്തോടുകൂടി നടക്കുന്ന ആളുകളുണ്ടാകും. കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. 3-ാമത്തെ വിഭാഗം സൂറത്ത് മുഹമ്മദിന്റെ 22-23 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, ഭൂമിയിൽ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും അതുപോലെ കുടുംബബന്ധം മുറിക്കുന്നവരുമായ ആളുകൾ, ഇവർക്കൊരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. ഈ ഭൂമിയിൽ മനുഷ്യർക്കോ മറ്റു ജീവജാലങ്ങൾക്കോ പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അവരെ പ്രയാസത്തിലാക്കുക, അങ്ങനത്തെ ആളുകൾക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ട കുടുംബങ്ങളിൽ നമ്മൾ കലഹങ്ങൾ ഉണ്ടാക്കുക, കുടുംബബന്ധം മുറിക്കുക, ഇങ്ങനത്തെ ആളുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുകയില്ല. അള്ളാഹുവിന്റെ ശാപം അത് ലഭിച്ചവരാണ് ഈ 3 വിഭാഗം ആളുകൾ. പരിശുദ്ധമായ ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് അള്ളാഹു ഈ 3 വിഭാഗം ആളുകളെ പറ്റി പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാൻ സലാമത്തായൊരു മരണം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.